പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് 2025 മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ എന്നിവയ്ക്ക് പുറമെ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ നിന്നും പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അറിയിപ്പെത്തി. ക്ഷേമ പെൻഷൻ തുകയിൽ ഇനി 4 മാസത്തിലെ കുടിശ്ശികയായിരിക്കും ആനുകൂല്യവും അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക, വിവാഹ ധനസഹായങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ധനസഹായങ്ങൾ എന്നിവയുടെ വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളി മേഖലയിലേക്കുള്ള കുടിശ്ശിക വിതരണത്തിനായി അടിയന്തരമായി 10,000 കോടി രൂപയുടെ വായ്പാനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ആരംഭിച്ചിരിക്കുന്നത്. കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു പരിധിവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭിക്കുമെന്നുള്ള സൂചനകളാണ് സർക്കാർ വൃത്തങ്ങൾ നൽകിയിട്ടുള്ളത്. NSIP പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതത്തിന്റെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിലാണ് കുടിശ്ശിക പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ആദ്യ ഗഡു 1,600 രൂപയുടെ വിതരണമുണ്ടാവും. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് 3,200 രൂപ ഏപ്രിൽ മാസം 14-ന് മുന്നോടിയായി തന്നെ എത്തിച്ചേരും. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നീക്കമുണ്ടായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.